അപ്പോൾ നമ്മുടെ ഷോറൂമിൽ അടുത്തൊരു കംപ്ലീറ്റ് അപ്ഡേഷന് വേണ്ടി വന്ന ഫോർച്യൂണറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. HR രജിസ്ട്രേഷൻ ഫോർച്യൂണറാണ് കേട്ടോ. ഓൾറെഡി KL രജിസ്ട്രേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ പെയിൻ്റ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ഫെയ്ഡായി ഒരു മാറ്റ് ഫിനിഷ് എന്നുള്ള രീതിയിലാണ് വാഹനത്തിൻ്റെ പെയിൻ്റ് ഒക്കെ തന്നെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഏരിയകളിലൊക്കെ ചെറിയ വെതർ ക്രാക്ക് പോലത്തതൊക്കെ തന്നെ നമുക്ക് ബോഡിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ പെയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെയിൻസ് ഒക്കെ തന്നെ ഇറങ്ങി ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ഇരിക്കുന്നത് തന്നെ. അതിന് പുറമെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ആ ക്രാക്ക് ത്രൂ വെള്ളവും ഡസ്റ്റും ഒക്കെ തന്നെ അകത്ത് കയറി ഈ ക്രോം ഏരിയ എല്ലാം തന്നെ ഫുള്ളൊരു മാറ്റ് ഫിനിഷും ഡസ്റ്റും ഒക്കെ നിറഞ്ഞ് മോശമായ ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ റീസ്റ്റോർ ചെയ്തെടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിന് പുറമെ വാഹനത്തിൻ്റെ TRD കിറ്റ് കൂടി ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും. അത് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് കാണിക്കുന്നതാണ്. ഡോർ വൈസർ ഒക്കെ തന്നെ റിമൂവ് ആയി പോയതിൻ്റെ ഗമ്മും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 2 ഡോറ് ഈ ഒരു വാഹനത്തിൻ്റെ റീപെയിൻറ്റഡ് ആണ്. പക്ഷേ രണ്ട് കളറിലാണ് റീപെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഒരു ഡെൻ്റൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ റീസ്റ്റോർ ചെയ്ത് ഒരു കുട്ടപ്പൻ കണ്ടീഷനിലോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുന്ന സമയത്തും TRDയുടെ അപ്ഡേഷൻ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ TRDയോടൊപ്പം തന്നെ താഴെ വരുന്നത് ഈ ഒരു റിഫ്ലക്ടർ LED ലൈറ്റ് ആക്കാനായിട്ട് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീസ്റ്റോറേഷൻ അത്യാവശ്യമാണ്. വാഹനത്തിൻ്റെ സീറ്റ്സിൻ്റെ കളറൊക്കെ തന്നെ നല്ല രീതിയിൽ ഫെയ്ഡായി അഴുക്കൊക്കെ കൊണ്ട് ഫുള്ളായിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോയി. അതിൻ്റെ കുഷനും കുറച്ചൊക്കെ കട്ടായി പോയിട്ടുണ്ട്. ഫുൾ സീറ്റ് എന്തായാലും നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ഇല്ല. ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് റിപ്പയർ ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഗ്രിപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ കണ്ടോ ഈ ലെതർ എല്ലാം തന്നെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ റീസ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ടച്ച് പാനൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ മ്യൂസിക് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിലോട്ട് മാറ്റാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ആംബിയൻറ്റ് ലൈറ്റ് കൂടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആക്സസറീസ് എല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ എടുത്ത് കഴിഞ്ഞു. വാഹനത്തിൻ്റെ വർക്കൊക്കെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്തതായിട്ട് വണ്ടി നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഓരോ വർക്കിൻ്റെയും അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ കീപ് ഫോളോയിങ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.